മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസർ പെൺകുട്ടികളുടെ കോപ്പി അടി കണ്ടുപിടിച്ചു. അപ്പൊ ഈ 5 പെൺകുട്ടികളും കൂടെ എന്ത് ചെയ്തു? ഇയാൾ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. 11 വർഷം അയാൾ നിയമപോരാട്ടം നടത്തി. 3 വർഷം ജയിലിൽ കിടന്നു. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ 7 വർഷം പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു ജയിലിൽ കിടന്നു. കോടതി കണ്ടെത്തി പ്രഗ്നന്റ് ആയില്ല, റേപ്പ് ചെയ്തിട്ടില്ല, അബോർട്ട് ചെയ്തിട്ടില്ല. ആ പെൺകുട്ടി മാർക്കിന്റെ കാര്യത്തിൽ തർക്കം തീർക്കാൻ വേണ്ടി പോക്സോ കൊണ്ട് കൊടുത്താണ്. 7 വർഷം ജയിലിൽ കിടന്നു. ഇതേപോലെ വ്യാജ പോക്സോ ഒക്കെ കിട്ടി നമ്മുടെ മക്കൾ 20 വർഷം ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയാം. ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മുടെ മരണപ്പെട്ട ദീപകിനെ പോലെയുള്ളവർ SK നിരപരാധികളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഏതെങ്കിലും സ്ത്രീധന പീഡന അല്ലെങ്കിൽ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം നിലപാട് പറയാൻ അനുശോചിക്കും. ദീപക് മരിച്ചപ്പോൾ ഞങ്ങളടക്കം കുറച്ചുപേരല്ലാതെ ആരെങ്കിലും അനുശോചിക്കും? 1 രൂപ ദീപകിന്റെ വീട്ടിൽ കൊടുക്കാൻ അവനും അച്ഛനും അമ്മയല്ലേ ആരെങ്കിലും പോയോ? ഞങ്ങൾ 3,17,000